ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതൾ എൽസ ഒഫീഷ്യൽ. അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് വലിയ എനർജി ഒന്നുമില്ല. കാര്യം നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ ഒരു 30,000 രൂപ ലോസ് ആയിട്ടിരിക്കുവാന്നല്ലേ? യെസ്. അപ്പൊ എങ്ങനെയാണ് ലോസ് ആയതെന്ന് ചോദിച്ചാൽ അതായി ഇരിക്കുന്ന 2 പെട്ടിക്കാരനാണ് ലോസ് ആയേക്കുന്നത്. ഈ 2 പെട്ടി നിറച്ചും നമ്മുടെ വിജയ് ബേബിയുടെ ബർത്ത്ഡേ വ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. യെസ്. അപ്പൊ അവന്റെ ബർത്ത്ഡേക്ക് വരുന്ന ഗസ്റ്റുകൾക്ക് റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് വെച്ച ബോക്സ് ആണ്. കൊറിയറുകാര് കുഞ്ഞിന്റെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് ജൂൺ 8-ാം തീയതി ആയിരുന്നു. അവര് ഒരു ജൂൺ 6-നോ 5-നോ ഡെലിവറി എന്നുള്ള സെറ്റപ്പിൽ പറഞ്ഞിട്ടാണ് നമ്മളത് ആ സമയത്ത് കൊറിയർ ചെയ്യിപ്പിച്ചത്. പക്ഷെ അവരത് ഡെലിവറി ചെയ്തത് 13-ാം തീയതി ആയിരുന്നു. യെസ്, 13-ാം തീയതിയാണ് നമുക്കിത് കിട്ടിയത്. അപ്പൊ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് എല്ലാ ഗസ്റ്റിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, റിട്ടേൺ ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞു. ഞങ്ങള് കുറച്ച് കാർഡുകൾ പ്രിന്റ് ചെയ്യിപ്പിച്ചായിരുന്നു. താങ്ക് യു കാർഡ്, അവന്റെ ഫോട്ടോ വെച്ചിട്ട്, കൊച്ചിന്റെ ഫോട്ടോ വെച്ചിട്ട് താങ്ക് യു കാർഡ് പ്രിന്റ് ചെയ്തായിരുന്നു. അത് നമുക്ക് കൃത്യസമയത്ത് കിട്ടി. പക്ഷെ അത് വെക്കാനുള്ള ബോക്സും ഗിഫ്റ്റും നമുക്ക് കിട്ടിയില്ല. സോ ഇതിൽ കുറച്ച് മിഠായി വാങ്ങിച്ചിട്ട് സ്റ്റേപ്ലർ ചെയ്തിട്ടാണ് നമ്മൾ ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ബാക്കി വന്ന കാർഡ്സ് ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ഇത് വന്നു. അപ്പൊ നമുക്ക് പൈസ ലോസായി. ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ഇരുന്നപ്പോ ഇത് അയച്ച കുട്ടിയെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോ ആ കുട്ടി നല്ല മനസ്സുള്ള കൊച്ചായതുകൊണ്ട് ആ കുട്ടി റിട്ടേൺ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിത് റിട്ടേൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ അത്രയും പൈസ തന്നെ കിട്ടുമെന്ന് അറിയത്തില്ല. നമ്മളിത് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചെടുത്തതാണ്. അപ്പൊ ഇനി ഈ കുട്ടിക്ക് ഇത് റിട്ടേൺ കൊടുക്കാൻ പറ്റുമോന്നും അറിയാൻ പാടില്ല. എന്തായാലും കുറെ പീസസ് ബാക്കി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 25 പീസസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇവന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതല്ലേന്ന് ഓർത്ത്. കുറച്ചൊക്കെ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ഞാൻ കൊടുത്തു, കുറച്ച് ഫ്രണ്ട്സിനും കൊടുത്തു. പിന്നെയും ബാക്കിയുണ്ട്. അത് എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല. എത്ര എണ്ണം വെച്ചാൽ നമ്മൾ വീട്ടിൽ വെക്കുന്നത്. ബൈ ഇത് എന്താന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ബോക്സ് വരുന്നത്, ഒരു ജ്വല്ലറി ബോക്സ് പോലെ വരുന്നത്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ, തുറക്കുമ്പോ അവന്റെ ഒരു നേരത്തെ കാണിച്ച താങ്ക്സ് കാർഡ്, പിന്നെ ഒരു ദിയ, അതായത് ഇതൊരു വിളക്ക് വെക്കുന്ന സാധനമാണ്. ഇതിങ്ങനെ താമരയുടെ ഷേപ്പിൽ വരും. ഇതിന്റെ അകത്ത് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ട് കത്തിക്കാം. നല്ല ഭംഗിയില്ലേ? ഇത് തന്നെ പല കളേഴ്സ് ഞാൻ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്തെടുത്തായിരുന്നു. അടുത്തത് ഓപ്പൺ ചെയ്യാം. പിങ്ക് കളർ, ഇതുപോലെ യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, അങ്ങനെ പല കളേഴ്സിലെ ഐറ്റംസ് ആണ് ഈ ബോക്സ് നിറച്ചു. പക്ഷെ നല്ല രസമായിരുന്നു. പക്ഷെ വന്നപ്പോ അത്രയും താമസിച്ചു. എത്രയും താമസിച്ചു? അല്ല, ആക്ച്വലി കൊറിയറുകാർ 6-ാം തീയതി എന്ന് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് 8-ാം തീയതി കൊണ്ടു തന്നതിന് കുഴപ്പമില്ലായിരുന്നു. അതെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരവസ്ഥ. അയ്യോ പറഞ്ഞുപോയി. എന്ത് പറ്റി? പൊള്ളിയാ? ശരിക്കും പൊള്ളിച്ച്. ഞാൻ അവന്റെ പാത്രങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുമായിരുന്നു. അപ്പൊ അറിയാൻ പൊള്ളുന്നല്ലേ? അറിയാം, ടെൻഷനിലൊന്ന് പിടിച്ചപ്പോ പൊള്ളിപ്പോയി. എത്രാമത്തെ വെട്ടോ ഈ കൈ പൊള്ളിക്ക് നിൽക്കുന്ന കൊണ്ട്? എണ്ണ ഉണ്ടാ കൊറേ ആയി. നിക്ക് സംഭവം തരാം. സംഭവം ഒരു സർപ്രൈസ് ആയിരുന്നു. അത് വേറൊരു വീഡിയോക്ക് ഉദ്ദേശിച്ചാ പറഞ്ഞു. പക്ഷെ തന്നെ ഇപ്പൊ തന്നെ ഗിഫ്റ്റ് തന്നെ എന്തെന്ന് പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് വാ കാണിച്ചുതരാം. വെയിറ്റ് ഉണ്ട്, കുറച്ച് ചെറിയ വെയിറ്റ് ഉണ്ട്. വാവ്, ഫിലിപ്സിന്റെ അവൻ സ്റ്റെറിലൈസർ. യെസ്, താങ്ക് യു. നോക്കട്ടെ. അതെ, ഫിലിപ്സിന്റെ അവൻ സ്റ്റെറിലൈസർ. ജസ്റ്റ് ടാക്ക്, സ്റ്റീം ആൻഡ് സ്റ്റെറിലൈസ്. നോക്കൂ, ഗ്യാസേ വേണ്ട. അപ്പൊ പിന്നെ നേരത്തെ പോലെ കൈയും പൊള്ളത്തില്ല. പിന്നെ ഒരു നോയ്സും ഇല്ലാതെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യാൻ നല്ല എളുപ്പാട്ടോ. ഏറ്റവും താഴത്തെ പോർഷനിൽ നമ്മൾ കുറച്ച് വെള്ളം ഫില്ല് ചെയ്യുക. അതിനുശേഷം മുകളിലത്തെ കണ്ടെയ്നർ പ്ലേസ് ചെയ്യുക. അതിന്റെ അകത്ത് കുഞ്ഞിന്റെ പാത്രങ്ങൾ, ഗ്ലാസുകളെല്ലാം നമുക്ക് വെക്കാം. അതും ഒന്ന് പ്ലേസ് ചെയ്തതിനു ശേഷം അതിന്റെ മുകളിൽ കുഞ്ഞിന്റെ ടീത്തേഴ്സ്, സിപ്പേഴ്സ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ്, സ്പൂൺസ് എല്ലാം ആഡ് ചെയ്യും. നല്ല കോമ്പാക്ട് ആൻഡ് നീറ്റ് ഡിസൈൻ ആണ്. ഈവൻ സ്മോൾ തിങ്സ് വരെ അതിനകത്ത് ഫിറ്റ് ആവും. പിന്നെ നല്ല അഡ്ജസ്റ്റബിൾ ട്രേസും ഉള്ളതുകൊണ്ട് അടിപൊളിയാണ്. അതിനുശേഷം ആ കണ്ടെയ്നറും കൂടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ
ആകെ ഒരൊറ്റ സ്റ്റെപ്പേ ഉള്ളൂ. ജസ്റ്റ് ടേൺ ഓൺ ദ സ്വിച്ച്. ഇനിയുള്ള പണി അത് തന്നെ താൻ ചെയ്തോളൂ. ജസ്റ്റ് സ്റ്റീം ആയാൽ മാത്രം മതി. 99.9% ജേംസ് വരെ ആ സ്റ്റീമിൽ ഡൈ. ലിഡ് നമ്മൾ ക്ലോസ്ഡ് ആയിട്ട് തന്നെ വെക്കുവാണെങ്കിൽ അതിലുള്ളിലുള്ള എല്ലാം 24 hours സ്റ്റെറൈൽ ആയി തന്നെ, വിച്ച് മീൻസ് നമ്മളിത് നൈറ്റ് ആണ് സ്റ്റെറിലൈസ് ചെയ്യുന്നതെങ്കിൽ മോർണിംഗ് വരെ ഫ്രഷ് ആയിട്ട് ഇരിക്കുമെന്നേ. പിന്നെ ഇത് ഓൺ ആക്കി വെച്ചിട്ട് ഓഫ് ചെയ്യാൻ മറന്നുപോയല്ലോ എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. എക്സാക്ട്ലി ഇത് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞ് ഒരു 10 minutes കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആവും. നോ കെമിക്കൽസ്, നോ കോൺസ്റ്റന്റ് ചെക്കിംഗ്. പിന്നെ എന്തെങ്കിലും മെൽറ്റ് ആയി പോകുന്നുള്ള പേടിയും വേണ്ട. സേഫ്, ഫാസ്റ്റ് ആൻഡ് കൺവീനിയന്റ്. അങ്ങനെ ആദ്യമായിട്ട് കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുന്നതിന്റെ ഒപ്പം എനിക്ക് എന്നെ തന്നെ ടേക്ക് കെയർ ചെയ്യാം. എങ്ങനെ? കൈ പൊള്ളിക്കണ്ടല്ലോ. സോ ഇതുപോലെ ടേക്ക് കെയർ എന്നുള്ളവർ എന്തായാലും ട്രൈ ചെയ്യുക. ഫിലിപ്സ് അവൻ സ്റ്റെറിലൈസർ. ഇവിടെ ഒരുത്തൻ ഇരുന്ന് പാക്ക് ചെയ്യുന്നു. ശരത്തെ ഹായ് ചേരാ. ആയി ഇതൊക്കെ അവരിന്ന് പാക്ക് ചെയ്യണേ. ഇവിടെ മറ്റൊരുത്തൻ അതാ നോക്കൂ, ഫുഡ് കഴിക്കുന്ന ഓക്കെ, ഫുഡ് കഴിച്ചോണ്ട് അവന്റെ കാണിക്കുന്നു. നോക്കി റിമോട്ട് ഇരുന്ന് പണിയുന്നു. എന്ത് മനുഷ്യനാടോ. അപ്പൊ നമ്മള് ഇതെല്ലാം പാക്ക് ചെയ്തു. ഇനിയിപ്പൊ നമുക്ക് കൊണ്ട് കൊറിയർ ചെയ്യണം അല്ലേ, കാരണം തിരിച്ചയക്കണമല്ലോ. അപ്പൊ ശരത്ത് കണ്ടില്ലേ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കെട്ട് കഴിഞ്ഞു. ഒരു ഫുൾ സെറ്റ് ടേപ്പാണ് തീർച്ചയാക്കുന്നത്. ഇനി ഈ പെട്ടി ഒരാളും തുറക്കാൻ പാടില്ല. അതാ ഉദ്ദേശം ഞങ്ങളുടെ. എടാ മതിയടാ, എന്തിനാടാ ഇത് കിട്ടുന്ന ഒരു അവര് പ്രാകുവേ. ഒരിക്കലും ഇത് പൊട്ടിക്കാൻ പറ്റരുത്. ഞങ്ങള് സൗണ്ട് കേട്ടാല് കുഞ്ഞിപ്പോ എഴുന്നേറ്റ്. അപ്പം അതുകൊണ്ട് ഞങ്ങള് ഇപ്പം ഇനിയിപ്പോ ഉള്ളതൊക്കെ നമുക്ക് കാറിറങ്ങിയിട്ടല്ലേ പുറത്തിറങ്ങിയിട്ട് പറയാം. ഓക്കെ. കൈസഹായം വേണോ? ഒരു വിരലുണ്ട്. മാറുന്നില്ലേ മാറ ചള്ളു ചെക്ക അവിടുന്ന് ആട്ടെ സഹായിക്കാൻ വന്നത്. ഇവൻ നല്ല സ്ട്രോങ് ആട്ടോ. ജിമ്മിലൊക്കെ പോറണ്ട. അടുത്ത പെട്ടി എടുത്തോടാ. അതാ വരുന്നു നമ്മുടെ ജിമ്മൻ. നീ സിംഗിൾ അല്ലടാ? സിംഗിൾ ആണെന്ന് പറയാൻ പറഞ്ഞു. ഇത്ര ആളുകൾ ഇവിടെ കിട്ടും. അതെ, ഒറ്റക്കൈ പടുകൂറ്റൻ. എന്താടാ കേറ്റില്ലേ നിന്റെ മാനം പോവും. ചോട്ടി കുത്തിക്ക കേറുന്നില്ലട്ടാ. ഇല്ലല്ല പൊക്കിയോ കേറും. ഡിക്കടയോ? അതെന്താ കെട്ട് കഴിഞ്ഞ ആൾക്കാർ വേണം ഇപ്പൊ. അവന് നല്ല ഉന്നമായതുകൊണ്ട് ശരത്ത് അങ്ങനെ ഇതിന്റെ ആത്മാവിന്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ വേണ്ട. അവൻ ആ പെട്ടി കവർ ചെയ്യാന്നുള്ളതായിരുന്നില്ല ലക്ഷ്യം. അത് 2 സെല്ലോ ടൈപ്പ് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ വന്നേക്കാണ്. നമ്മളുടെ വീടിന്റെ അടുത്തൊന്നും കടയില്ലാത്ത പോലെ എത്ര കിലോമീറ്റർ ഇപ്പുറത്താണ് വന്നേക്കുന്നേ. ഇവിടെ വന്നിട്ട് ഇവര് കൊണ്ടുവന്നു, നമ്മള് വന്നു. നമുക്ക് പാപ്പതില്ല. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കൊറിയറിന്റെ കാര്യം തീരുമാനിക്കാം. സക്സസ്ഫുള്ളി കൊറിയർ ഇവരുടെ തല കെട്ടി വെച്ചേക്കടി. ഒമാര് നാളെ കൊണ്ടുപോയി കൊറിയർ ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞു നമുക്ക് വീട്ടിൽ പോയി കിടന്ന്. അപ്പൊ ഞങ്ങൾ എന്നാ വീട്ടിൽ പോയി പതുക്കെ ഒന്ന് കിടക്കണം. നമ്മള് കിടക്കൂല, ജോലി ഉണ്ട്. എങ്ങനെ ഇവന്മാര് പറയില്ല നമ്മളോട് കൊണ്ടുപോയതാണ്. ഞാൻ ജോലി ഉണ്ട് കേട്ടോ. കുഞ്ഞൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഫുഡ് വന്നിട്ട് കാണാം. ഫുഡ് വരാം. അതാരാടാ ബീജം വിട്ടത്? വീട്ടിലെവിടെ മിണ്ടാതിരിക്കുന്നേ? പറ, എന്താണെങ്കിലും പറ. എന്ത് ഭാഷകൾ? എന്താടാ ചൂടാറിട്ട് അൽഫാമും സ്റ്റേക്കും ഒക്കെ ഓർഡർ ചെയ്തിട്ട് മുട്ട. എന്താ ചോർച്ച ഇതിന്റെ വായക്ക്? കൊതിയനാ കഴിഞ്ഞില്ലേ ഇത്? എന്ത് പറയുകൂട്ടെ? ഇത്ര ചൂടോ? തുപ്പ തുപ്പൂല. 6 രൂപ വിഴുങ്ങി
കൊടല് പൊള്ളി അല്ലടാ ഇപ്പൊ കൊണ്ടുവന്ന പാത്രം നിറച്ചുകൊണ്ടായാലും ഇപ്പൊ ഒന്നുമില്ലല്ലോ എടാ ഈ സംഭവം പുറത്ത് ചൂടില്ലടാ, പുറത്ത് ചൂടില്ലായിരുന്നു. എടുത്ത് വായിച്ചപ്പോ അവസാനേ ചൂടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പാ ഇല്ലല്ലേ ചൂടൊന്നുമില്ല. അവൻ തിന്നണോ മുട്ട മാറ്റി വെച്ചിരിക്കുന്നു. ഇത്ര നേരം ഞാൻ കാണിച്ചത് പിന്നെ ഭരതനാട്യമാ. ഞങ്ങൾ എന്തുകൂടി ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന എന്റെ കുടലാ പോയത്. കുഴപ്പമില്ല. കൊല്ലാനുണ്ടാക്കി വെച്ചേക്കുന്നു. വായിന്ന് പതയൊക്കെ വരുന്നത് ചൂടില്ലെന്ന്. എടാ തൊലി ഓക്കെ അതിന്റെ തൊലി ഓക്കെ അല്ല ഇത് ഓക്കെ അല്ലേ? മുട്ട അത് ഇതാ കൊറേ നേരമായിട്ട് ഫ്രൈ കഴിക്കടാ കഴിക്കടാ. ചൂടൊന്നുമില്ലടാ കഴിക്കടാ. പുകവന്റെ വായിന്ന് ഡ്രാഗൺ കുഞ്ഞാ. ശരത്തല്ല വായിന് തുപ്പലൊക്കെ പിടിച്ച് പുറത്തേക്ക് കഴിക്കട്ടെ. ഇനി നേരത്തെ കിട്ടിയില്ലായിരുന്നു. കിട്ടിയില്ലേ? ഓടിക്കും. അടുത്തത് നല്ല എന്താടാ എന്താണ് പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകണോ? പൊതിഞ്ഞ ഇവിടെ തിന്നേ തിന്നേ. ആ ഒരു പ്രാവശ്യം ഉണ്ടാക്കി എന്നിട്ട് അവര് പോരാ. ഞാൻ ഇത്ര ഊതിയതാണ്. ഇനിയിപ്പോ അൽഫാമ സ്റ്റേക്ക് ഒക്കെ തിന്നാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാത്തിന്റെ വായും കൊടലൊക്കെ വെന്ത് വായൊക്കെ വെന്ത്. അല്ല അവൻ പണ്ടോട്ട് ആഹാരം വേസ്റ്റ് ചെയ്യാറില്ല. ഇനി ബാക്കി നല്ല കുട്ടിയാണ്. എന്നിട്ട് കഴിക്കാം. ഷിമയ്ക്ക് സ്നേഹമായിട്ട് ഞാൻ കൊടുക്കുന്നു. ഷിമ പറഞ്ഞ ചൂടില്ലെന്ന് കഴിച്ചു. ഷിമയുടെ ധീരസാഹസം കണ്ടെന്ന ചൂടില്ല. ഇപ്പൊ കഴിച്ചിട്ട് ബാക്കിയാത് അതില് മഞ്ഞയില്ല. മഞ്ഞയില്ലാതെ ഇഷ്ടമല്ല. ചുമ്മാടി താൻ ധീര താഴെ പോയ മഞ്ഞാണ്. അല്ല ഇവിടെ വീണ മഞ്ഞ ഞാനിപ്പോ എനിക്ക് വേണ്ട. നശിപ്പിച്ച് എന്തത് എന്തത് ചേട്ടാ മുട്ട മാത്രം മതിയേ, ബജി വേണ്ടായേ. ഇങ്ങനെ ശീതുമ ഡയറ്റിലാണെന്ന് പറഞ്ഞ് അവസാനം എന്താ വന്നിരിക്കുകയാണ്. വന്നപ്പോ കൊടുത്ത് പറയണേ ഞാൻ എടാ മറ്റേ ഒരു ചെറിയ മിഠായി കൊടുത്തേ. ചില്ലേട്ടാ ഡയറ്റിലേട്ടാ വയറെ കൂടിയാണ് ഫുള്ളായിട്ട് നോക്കി ഇത് നോക്കി അയ്യോ. ശീതുമയോടൊപ്പം ആരൊക്കെ കൂടുന്നുണ്ടോ അവരൊക്കെ ചീത്തയാക്കി ശീതുമ. അതെ പിന്നെ അൽഫാമും കുപ്പൂസൊക്കെ പ്രോട്ടീൻ ആണല്ലോ അല്ലേ? എന്ത് വെച്ചുണ്ടാക്കുന്നത്? എന്നാ വീഡിയോ കുറച്ച് പൈസ എടുത്ത് തരേ തിന്നുവോ? പിന്നെ ചിക്കൻ പ്രോട്ടീൻ ആണ്. അതെ അതെ അതെ. ഒരു കാര്യം ചെയ്യ്, ബർഗർ അത് പ്രോട്ടീനാന്ന് പറയണം. ആണ് ബർഗർ ബണ്ണ് നല്ലതാണ്. അതിനുള്ളിൽ വെക്കുന്ന ലെറ്റസ് നല്ലതാണ്. തക്കാളി നല്ലതാണ്. ചിക്കൻ പ്രോട്ടീൻ ആണ്. പിന്നെ എങ്ങനെ ബർഗർ ചങ്കാവുന്നത്? മയണൈസ് കൂട്ടായിരുന്നു. അങ്ങനല്ല എന്താണെന്നറിയോ? എടാ മയണൈസ് മുട്ട സംഭവമില്ലേ? മുട്ട എന്താണ്? മുട്ട പ്രോട്ടീനാണ്. അപ്പൊ മയണൈസ് എന്താണ്? മയണൈസ് പ്രോട്ടീനാണ്. എന്താ മയണൈസ് മാറ്റി വെച്ചാ ഇല്ല അത് പ്രോട്ടീൻ ആണെന്ന് ഞങ്ങൾ ഇപ്പൊ മനസ്സിലാക്കി. ആര് പറഞ്ഞു? ഇതെന്താണ് മാറ്റി കളിക്കണം? സോറി ഡയറ്റുള്ള പിള്ളേർക്കൊന്നും പ്രോട്ടീൻ ഇല്ല, മൈനസ് ഇല്ല. നിങ്ങൾ അതില്ലാണ്ട് കഴിച്ചു വെച്ചാൽ മതി. ഇവിടെ വന്നപ്പോ അടുത്തൊരു ഷോ ആണ് ഭയങ്കര പൊന്നു. എടാ എടോ അച്ഛണ്ടാ അല്ല വേറൊരു സംഭവം കണ്ടായിരുന്നു. ആ ഒരു ചെറിയ കുഞ്ഞു ഉണ്ടായില്ലായിരുന്നു, മിഠായിയുടെ കുഞ്ഞു ഉണ്ടായില്ലായിരുന്നു വെള്ള. അത് കൊടുത്തപ്പോ പറയണേ ഇല്ല കേട്ടോ ഞാൻ ഡയറ്റ് ആട്ടോ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഷുഗർ ഡയറ്റ് അമ്മയുടെ അടുത്ത് ചായ പഞ്ചസാര ഇട്ടതിന് മാറ്റിക്കൊണ്ട് ആ ദുഷ്ടൻ. അത് ജങ്ക് പോരാഞ്ഞിട്ട് ഇവിടുന്ന് വാരുന്നു. നല്ലതല്ലേ? ഞാൻ ഒന്നും പറഞ്ഞില്ല എന്റെ പൊന്നെ. നമുക്ക് കഴിച്ചിട്ട് കാണാം കേട്ടോ ഗായ്സ്. അപ്പൊ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. പ്രൊഡക്റ്റിനോട് കിട്ടി കൊറിയൻ പോയി. ഹെയർ സ്റ്റൈലും ഒക്കെ കൊറിയൻ പോയി.
അങ്ങനെ ഇവന്മാര് പോവാണ്. വിട പറയുകയാണോ നാളെ വരുമോ? ബാക്കി രണ്ടെണ്ണോടെ ബീജം ഇട്ട് കൊടുക്കണം ക്ലാസ് താഴ്ത്തുമ്പോ. പുതിയ മുഖോ അത് വേറെ കൈ. ഓക്കെ ഗൈസ്, ടാറ്റാ. കുടുംബോ കിട്ടിയിട്ടില്ല. ദീയുടെ സിനിമയിലെ കുട്ടുണ്ട്. ബൈ ഗൈസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു വ്ളോഗ് വരുന്നത്. അപ്പൊ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നേരത്തെ നമ്മൾ പൊട്ടിച്ച ബോക്സ് ഇല്ലേ, അതിനകത്ത് ഒരു കുറച്ച് പീസസ് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് എത്രയെന്ന് വെച്ചാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൊടുക്കുന്നത്. അതിനകത്തുനിന്ന് ഒരു 10 എണ്ണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് കൊടുക്കാം അല്ലെ, ഗിവ് അവേ. ഇപ്പൊ എല്ലാം ഗിവ് അവേ ആണല്ലോ. അതെ, പക്ഷെ അത് നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യണമെന്ന് ആരും പറയത്തില്ല. അമ്മാര് മ്ലേച്ഛം നിങ്ങൾ കാണിക്കാറില്ല. അതെ, അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് കമന്റ് മാത്രം ചെയ്താൽ മതി. #വിതൈൻ എന്നാണ് കമന്റ്, VITHAIN. #വിതൈൻ എന്ന് കമന്റ് ചെയ്താൽ മതി. കമന്റ് ചെയ്യുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 10 പേർക്ക് നമ്മൾ ആ കമന്റിന് താഴെ റിപ്ലൈ തരുന്നതാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റ ID ഓ Gmail ID കമന്റ് ചെയ്യുക. അതുവഴി നിങ്ങളുടെ അഡ്രസ് നമ്മൾ കോൺടാക്ട് ചെയ്ത് മേടിച്ചിട്ട് നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതാണ്. ചെറിയ ഗിഫ്റ്റ്, നമ്മുടെ ടോക്കൺ ഓഫ് ലവ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ വീഡിയോ വരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അടുത്ത വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് ബൈ. അടുത്ത വീഡിയോ ഈ താക്കോൽ നമ്മൾ ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. ചേർത്തേ നിന്റെ വണ്ടിയുടെ താക്കോൽ നമുക്ക് ഗിവ് അവേ ചെയ്യാൻ പോകുന്നു. എന്തോന്ന് പേർക്കി ഉണ്ടെന്ന് ഉണ്ടല്ലേ? ഇല്ലതാ ഇല്ല, എഴുതി കീ മാത്രല്ല. ബൈക്കും പോവാ, ഗിവ് അവേ കൂടെ പോവാ. ബൈക്കിങ് ശരത്ത് ദാനശീലനാണ്. എന്തും വാരി കോരി കൊടുക്കുന്നൊരു സ്വഭാവമാണ്. ഇഷ്ടപ്പെട്ട അതെ, നന്മയുടെ നിറം കൂടെ അവന് ഇപ്പം ഒഴുകി പുറത്തു വരുവാണ്. ഇപ്പൊ പുള്ളി എന്താ ചെരുവത്ത് നിൽക്കല്ലേ, ചെരുവത്തില് തങ്കപ്പെട്ടവനോ, തങ്കപ്പെട്ട അപ്പൊ ഓക്കെ, ബൈ.